ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിൽ ട്രക്കിങ്ങിന് പോയ സഞ്ചാരികളുടെ മുമ്പിൽ കടുവ. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആൽവിൻ തോമസ് ചേർന്നു വിവരങ്ങളുമായി. ആൽവിൻ, ഈ കൊളുക്കുമല ട്രക്കിംഗ് ഒക്കെ വലിയ പ്രസിദ്ധമായ ട്രക്കിംഗ് ആണ്. ഇപ്പോൾ സഞ്ചാരികൾക്ക് മുന്നിലേക്ക് കടുവ എത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിന്റെ ഒരു അപകട സാധ്യതയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ലക്ഷ്മി, അങ്ങനെ തന്നെ വേണം. കാര്യം നിരവധി വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതാണ്, ഈ പോകുന്നതാണ്. ആ കൊളുക്കുമലയിലേക്ക് പോകുന്ന ആ പ്രദേശത്ത് വെച്ചാണ് ഇപ്പോൾ സഞ്ചാരികൾക്ക് മുമ്പിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയം ഈ കൊളുക്കുമലയിലേക്ക് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാര സംഘത്തിന് മുമ്പിലാണ് ഇത് ഈ കടുവയെ കാണുന്നത് എന്നുള്ളതാണ്. ഇവർ പിന്നീട് ഈ കടുവയുടെ ചിത്രങ്ങൾ പകർത്തിയതിന് ശേഷം ബേസ് ക്യാമ്പിലേക്ക് അവർ പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റിയാസ് എന്നയാളാണ് ഈ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന റിയാസ് എന്നയാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് അല്പം സമയത്തിനുള്ളിൽ ലഭിച്ചേക്കുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഈ പ്രദേശത്തൊക്കെയും കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടുകാരും പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. ചിന്നക്കനാലില് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവിടെ പട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആളുകൾ വലിയ തോതിൽ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്, വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതേ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം കൂടി ഈ കൊളുക്കുമലയ്ക്ക് പ്രദേശത്തായി കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ചിന്നക്കനാലിന് മുകളിലുള്ള സ്ഥലമാണ് ഈ കൊളുക്കുമല എന്ന് പറയുന്നത്. വലിയ ട്രക്കിംഗ് കേന്ദ്രമാണ്. വിനോദസഞ്ചാര മേഖലയിൽ ഒത്തിരി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നൊരു സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഒരു കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തി ഭാഗം കൂടി വരുന്ന പ്രദേശമാണ് ഈ പ്രദേശം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അത് തമിഴ്നാടിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ കടുവയുടെ സാന്നിധ്യം ഏറെ ഉണ്ട് എന്നുള്ളതും വനംവകുപ്പ് നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് ചിന്നക്കനാലിന്റെ മുകളിലായുള്ള പ്രദേശത്താണ്, കൊളുക്കുമലയോട് ചേർന്നുള്ള പ്രദേശത്താണ്. ട്രക്കിങ്ങില് ആയി പോയ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തിയിട്ടുള്ളത്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ. കൊളുക്കുമലയിലേക്ക് ട്രക്കിങ്ങിന് പോയ സഞ്ചാരികളുടെ മുന്നിലേക്കാണ് കടുവ പ്രത്യക്ഷപ്പെട്ടത്, കടുവ വന്നത്. ആൽവിൻ, ഈ സഞ്ചാരികളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് പരിചയമൊക്കെ ഉള്ള ആളുകളായിരുന്നോ? അവർ വല്ലാതെ ഭയപ്പെട്ടു പോയോ? എത്ര അകലെയാണ് സഞ്ചാരികളിൽ നിന്ന് എത്ര അകലെയാണ് ഈ കടുവ നിന്നത്? ഈ കൊളുക്കുമലയിലേക്കുള്ള യാത്രാമധ്യേ അത് കടുവ ഒരു മരത്തിന്റെ വശത്തായി കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇവർ ആദ്യം കണ്ടത്. ഇവർ പെട്ടെന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം അവിടെ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാര മേഖലയിൽ തന്നെ ഈ ട്രക്കിംഗ് മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു റിയാസ് എന്നയാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു, ഈ സഞ്ചാരികൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തി അവിടുന്ന് ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് അവർ ബേസ് ക്യാമ്പിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം മുമ്പ് അത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോലും ഈ കൊളുക്കുമല എന്ന് പറയുന്നത് ഏതാണ്ട് തമിഴ്നാട് കേരള അതിർത്തിയുടെ ഭാഗമായി വരുന്ന സ്ഥലമാണ്. അവിടെ കടുവയുടെ സാന്നിധ്യം ഉള്ളതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഇത് ഏറെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊളുക്കുമല പ്രദേശത്തെ വിനോദസഞ്ചാരത്തിന് പോയ ആളുകൾക്ക് മുന്നിലേക്കാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്കുള്ള ഈ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര ഉപാധികളൊക്കെയും വളരെ ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാര്യം ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിനും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെയാണ് കൃത്യം എന്നുള്ളത് ഫോറസ്റ്റിന് ലൊക്കേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എവിടെ നിന്നുള്ള കടുവയാണ് ഇത്? തമിഴ്നാട് പ്രദേശത്ത് നിന്ന് എത്തിയതാണോ അതോ കേരളത്തിന്റെ ഈ അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്ന കടുവയാണോ എന്നതൊക്കെ ലൊക്കേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഫോറസ്റ്റുകാർ നമുക്ക് നൽകുന്ന വിവരം. വനംവകുപ്പ് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശത്തേക്ക് വരുന്ന ട്രക്കിങ്ങിന് പോകുന്ന സഞ്ചാരികളൊക്കെയും വലിയ തോതിൽ ശ്രദ്ധ വേണമെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുക. കൊളുക്കുമല ട്രക്കിംഗ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് സഞ്ചാരികൾ പോകുന്ന ട്രക്കിംഗ് സ്പോട്ടാണ്. അവിടെയാണ് ഇപ്പോൾ സഞ്ചാരികൾക്ക് മുന്നിൽ കടുവയെ കണ്ടിരിക്കുന്നത്. സഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.